ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഒത്തിരി ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം എനിക്ക് പനിയായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു. കിടപ്പെന്ന് വെച്ചാൽ പനിയെന്ന് പറഞ്ഞാൽ ജലദോഷമൊന്നുമല്ല, ഭയങ്കരമായിട്ടുള്ള പനി, ഈ ചുമ. അങ്ങനെ ഞാൻ ഈ ആഴ്ച ഞാൻ ആകെ 2 ദിവസമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. 2 ദിവസം വ്യാഴവും വെള്ളിയാണ് പോയത്. ബാക്കി കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എനിക്ക് പനി തുടങ്ങിയതാണ്. നമ്മുടെ ക്ലാസ്സിൽ മിക്കവർക്കും പനിയായി. അപ്പോൾ അങ്ങനെ പനിയായിട്ട് കിടപ്പായിരുന്നു. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഈ ഒരാഴ്ച ഒന്നുമേ പഠിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ നെക്സ്റ്റ് മൺഡേ, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, നെക്സ്റ്റ് മൺഡേ എനിക്ക് മിഡ് ടേം തുടങ്ങുകയാണ്. മിഡ് ടേം എക്സാം, ഒരു ദിവസം 2 പരീക്ഷ വെച്ച് മിഡ് ടേമാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. മിഡ് ടേമിന് വേണ്ടി അതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയില്ല. അപ്പം ഈ ശനിയും ഞായറും ഇരുന്ന് പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാം മൺഡേ ആണ്. മൺഡേ ഫസ്റ്റ് എക്സാം. നമുക്ക് എൻ്റെ സൗണ്ടും മാറിയിട്ടില്ലേ, തൊണ്ടയെല്ലാം മൊത്തത്തിൽ അടിച്ചു പോയി, പനി വന്നു. അങ്ങനെ എണീക്കാൻ വയ്യാത്ത രീതിയിലുള്ള പനിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടും കുറഞ്ഞില്ല. എന്നിട്ട് പിന്നെ കുറേ ദിവസം കിടന്ന് അങ്ങനെയാണ് കുറഞ്ഞത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് മൺഡേ 2 എക്സാമാണ്, ഫിസിക്സും ഇംഗ്ലീഷും. ട്യൂസ്ഡേ എനിക്ക് ട്യൂസ്ഡേ മാത്സും സെക്കൻഡ് ലാംഗ്വേജും, വെനസ്ഡേ ബയോളജിയും കെമിസ്ട്രി. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് പരീക്ഷ ഫിസിക്സ് 2 ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററുമാണ് പരീക്ഷയ്ക്കുള്ളത്, മിഡ് ടേമിനുള്ളത്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് ഫുൾ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് ഫസ്റ്റ് 2 ചാപ്റ്റർ. ഫസ്റ്റ് 2 ചാപ്റ്റർ അല്ല, തേർഡും ഫോർത്തും. നമ്മളെ ഫസ്റ്റ് 2 ചാപ്റ്റർ അല്ല, ഓർഡറിലല്ല പഠിപ്പിച്ചത്. നമ്മളെ മെട്രിക്സും ഡിറ്റർമിനൻസുമാണ് ആദ്യം പഠിപ്പിച്ചത്. അപ്പോൾ ആ 2 ചാപ്റ്റർ. അത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രി 1 ചാപ്റ്റർ പഠിപ്പിച്ചുള്ളൂ, സൊല്യൂഷൻ. ടീച്ചർ ഇങ്ങനെ ആബ്സെൻ്റ് ആയി, അങ്ങനെ സൊല്യൂഷൻസ് ഉണ്ട്. പിന്നെ ബയോളജി, സുവോളജി 2 ചാപ്റ്ററും ബോട്ടണി 1 ചാപ്റ്ററും, ടോട്ടൽ 3 ചാപ്റ്റർ. അപ്പം ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. ഈ ഒരാഴ്ച ഫുൾ ഞാൻ പഠിച്ചിട്ടില്ല, പനിയായിട്ട് ഇതായതുകൊണ്ട് പഠിച്ചില്ല. ഇപ്പോൾ ഇന്നും നാളെയായിട്ട് ഫുൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബിക്കോസ് ഒരു ദിവസം 2 പരീക്ഷ വെച്ചാണ്, ഉച്ചവരെയാണ്. അത് കഴിഞ്ഞിട്ട് 2 പരീക്ഷ ഉച്ചവരെ, രാവിലെ ഒരു 11 മണി വരെയും പിന്നെ 1 മണി വരെയും. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സാണ് വൈകുന്നേരം വരെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ നല്ലപോലെ പഠിച്ചതാണ്, അത് റിവൈസ് ചെയ്യണം. സെക്കൻഡ് ചാപ്റ്റർ ഞാൻ വീഡിയോ ക്ലാസ് കണ്ടിട്ട് അത് ഞാൻ തന്നെ പഠിച്ചില്ല, അതെടുത്ത് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിസിക്സ് തീർത്ത് വെക്കും. ഫിസിക്സ് തീർത്ത് വെച്ചിട്ട് പിന്നെ എനിക്ക് സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റില്ല. കെമിസ്ട്രി എനിക്ക് ഒരു വിധത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കെമിസ്ട്രി ഇന്ന് നോക്കണം. ഒരു 1 ഷോട്ട് ലൈവ് എല്ലാം കണ്ടിട്ട് കെമിസ്ട്രിയും പഠിച്ചു തുടങ്ങണം. അത് കഴിഞ്ഞ് മാത്സിൽ ഡിറ്റർമിനൻസ് എനിക്ക് നല്ല പോലെ അറിയാം. മെട്രിക്സ് ഒന്ന് നോക്കണമുണ്ട്. മെട്രിക്സ് ടീച്ചർ തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. അപ്പം അത് ചെയ്ത ശേഷം പിന്നെ സുവോളജി എനിക്ക് സെക്കൻഡ് ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നല്ല പോലെ അറിയാം. അതെനിക്കറിയാം. അതൊരു 5-10 മിനിറ്റ്സ് നോക്കിയാൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് നല്ലപോലെ അറിയാം. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ക്ലാസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്ലാസ് കാണാൻ പറ്റുമെങ്കിൽ കാണണം. ആൻഡ് ദെൻ പിന്നെ ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ചും കൂടെ എനിക്ക് പഠിക്കാനുണ്ട്, ബാക്കി ഞാൻ പഠിച്ചതാണ്. അപ്പം അതും കൂടെ നോക്കണം. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് ഏകദേശം ഒരു 6 ചാപ്റ്റേഴ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ സമയം 1 മണിയായി. ഞാൻ എണീക്കാനും താമസിച്ചു. സാറ്റർഡേ ആയതുകൊണ്ട് ഞാൻ എണീക്കാനും താമസിച്ചു. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. ഇന്നൊരു സ്റ്റഡി വ്ലോഗാണ്. അപ്പം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് ഇന്നൊരു 6-7 ഹവേഴ്സെങ്കിലും പഠിക്കണം എന്നാണ്. ഇപ്പം 1 o'clock ആയിട്ടുണ്ട്. 1.5 തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങും. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ സ്കൂളിൽ മിഡ് ടേം തുടങ്ങിയോ അതോ കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഉള്ള ഇതാണ് ടേബിൾ വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പം ഇനിയും ടേബിൾ വൃത്തിയാക്കിയിട്ട് കണക്ക് പഠിക്കുക. ആദ്യം കണക്ക് എനിക്കാണെങ്കിൽ ഞാൻ ഡിറ്റർമിനൻസ് പഠിച്ചതാണ്. ഇനിയും മറ്റേ മാട്രിക്സ് ആണ് ഒരു ടീച്ചർ തന്നിരിക്കുന്ന നോട്ടിലെ കണക്ക് നോക്കാനുള്ളത് മാട്രിക്സ് ആണ്. അപ്പം നമുക്ക് ആദ്യം കണക്ക് പഠിക്കാം. ഈ ടേബിളൊന്ന് വൃത്തിയാക്കിയിട്ട് കണക്ക് പഠിക്കാം. ഫിസിക്സ് എക്സാം കുഴപ്പമില്ലായിരുന്നു. അതായത് എനിക്ക് അതിലൊരു ക്വസ്റ്റ്യൻ തിരിഞ്ഞുപോയി. ഇക്വട്ടോറിയൽ എന്നുള്ളതിൻ്റെ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യേണ്ടിടത്ത് ഞാൻ ആക്സിയലിൻ്റെ ഡിറൈവ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടത്തരം കാണിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ എന്നറിയില്ല. ആൻഡ് ഇത് ടേബിൾ വൃത്തിയാക്കിയിട്ട് നമുക്ക് കണക്ക് പഠിക്കാം. ഞാൻ ഓൾറെഡി കണക്ക് നേരത്തെ പഠിച്ചതായിരുന്നു. ഇപ്പം ഒന്നും കൂടെ ടീച്ചർ നോട്ടിൽ നമ്മളെ എല്ലാ NCERT ക്വസ്റ്റ്യൻസും ടീച്ചർ നമ്മളെ ചെയ്യിപ്പിക്കും സ്കൂളിൽ. അപ്പോൾ ആ നോട്ടിലുള്ളതെല്ലാം ടീച്ചർ പിന്നെ കൺസെപ്റ്റും എഴുതി തരും. ലൈക്ക് 1 വേർഡൊക്കെ അങ്ങനെ വന്നാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റും എഴുതി തരും. അപ്പം ഇപ്പം ഞാൻ ആ എഴുതിയിരിക്കുന്ന നോട്ട് വായിക്കുകയാണ്. നോട്ട് വായിച്ചിട്ട് ആ നോട്ടിൽ നിന്ന് ചിലപ്പോൾ ടീച്ചർ 1 വേർഡ് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നോട്ട് വായിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ടീച്ചർ NCERT ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യിപ്പിക്കും. NCERT ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ടീച്ചർ തരും. അപ്പം അത് ഇതിൽ നോട്ടിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ടീച്ചർ തന്ന നോട്ടിൽ നിന്നായിരിക്കും കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ എഴുതുന്നത്. ബിക്കോസ് ടീച്ചറാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് മിഡ് ടേമിൻ്റെ. അതുകൊണ്ട് നോട്ടിൽ തന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്കും മിഡ് ടേം എക്സാം കഴിഞ്ഞോ അതോ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മിഡ് ടേം എന്ന്, കഴിഞ്ഞവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മിഡ് ടേം എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനിയുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തോ ഇല്ലേ എന്നുള്ളത് പറയുക. അപ്പോൾ ഞാൻ കണക്ക് സാധാരണ ഇങ്ങനെയാണ് പഠിക്കുക. അതായത് കൂടുതലുള്ള എനിക്ക് വേറെ എക്സ്റ്റേണൽ സോഴ്സ് നോക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ നോക്കും, പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചർ NCERT ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസർ നമ്മൾ നോട്ടിൽ ചെയ്യിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെ ആൻസറും നോട്ടിൽ തന്നെ ഉണ്ട്. NCERT ആണല്ലോ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് NCERTയുടെ എല്ലാം ഞാൻ ടീച്ചർ തരുന്ന നോട്ടിലാണ് ചെയ്യുക. അല്ലാതെ ഞാൻ മാത്സിന് വേണ്ടി ഞാൻ വേറെ ഗൂഗിളിൽ പോയിട്ട് ഞാൻ PDF ഒന്നും ഡൗൺലോഡ് ചെയ്യാറില്ല. ബട്ട് എക്സാമിൻ്റെ തലേ ദിവസം ഞാൻ നമ്മുടെ പഴയ പബ്ലിക് ലൈവ് ഒക്കെ ഉണ്ടാവുമല്ലോ, എക്സാമിനറിൻ്റെയും സൈലത്തിൻ്റെയൊക്കെ പഴയ ഓണം മാരത്തോണൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഓണം മാരത്തോൺ ലൈവ് ഞാൻ കയറി കാണും. അതിലൊരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചെയ്യിക്കുമല്ലോ. അപ്പം അതും ചെയ്യും. അതും പിന്നെ ഈ ടീച്ചർ തന്ന നോട്ടിലാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് മാത്സിൽ ഈ മാട്രിക്സ് എന്നുള്ള ചാപ്റ്ററിൽ എനിക്ക് കുറച്ച് ഡൗട്ടല്ല, കുറച്ച് പാടായിട്ട് തോന്നിയത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിസസ് ആണ്. കാരണം അതെനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകും. റോയും അപ്പുറത്തെ രണ്ട് ഇത് തമ്മിൽ ചെയ്യാൻ വേണ്ടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ റോയും മറ്റേതിൻ്റെ കോളും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എനിക്ക് തിരിഞ്ഞു പോകും. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സൊക്കെ മാറിപ്പോവും. അപ്പോൾ അത് ഒന്ന് നേരെ പഠിച്ച് അതൊന്ന് നേരെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് സെറ്റാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ. ആൻഡ് എല്ലാ
എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നില്ല. അപ്പം ഓരോ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലും ചെയ്യും. ആൻഡ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് അല്ലാതെ നമ്മൾ നമുക്ക് നല്ലപോലെ അറിയാവുന്ന മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ. അപ്പോൾ പാടുള്ള പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് കൂടുതലും ചെയ്യും. ആൻഡ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് 2-3 എണ്ണം ചെയ്തിട്ടാണ് കണക്ക് പഠിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ അധികം ടൈം കിട്ടാറില്ല. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ താമസിക്കും, ഭയങ്കര ലേറ്റാവും, 6 മണി 6:30 ആവും. അപ്പോൾ പിന്നെ വന്ന ശേഷം പിന്നെ നല്ല ടയേർഡാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ വന്നിട്ടൊന്നും പഠിക്കാനും പറ്റുന്നില്ല, വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് റെഡി ആവണം. റെഡി ആയിട്ട് ഞാൻ ഇവിടുന്ന് 8 മണിയാകുമ്പോൾ ഇറങ്ങണം. അങ്ങനെ മൊത്തത്തിലൊരു ബിസി ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഞാൻ കുറേയൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം, കംപ്ലീറ്റ് ചെയ്യുന്നില്ല. തുടക്കമൊക്കെ ഉണ്ട്, ബട്ട് കംപ്ലീറ്റ് ചെയ്യണ്ടേ വീഡിയോ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മറ്റേ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തു, രാവിലെ വരെയുള്ള എടുത്തിട്ടു, വൈകിട്ട് വന്നു കഴിഞ്ഞ് പിന്നുള്ള എടുത്തിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോ കിടക്കുന്നുണ്ട്. അതാണ് എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് നിങ്ങൾക്കും എന്ത് വീഡിയോ ഇടണം എന്ന് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി മുതലെങ്കിലും എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇടണം എന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് കാരണം, വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നും ഇടണം എന്നൊക്കെ ഉണ്ട് എനിക്ക്, ബട്ട് ഇങ്ങനെ സ്കൂളുള്ള ദിവസം പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മാട്രിക്സ് എന്നുള്ള ചാപ്റ്റർ ഞാൻ പഠിച്ച് തീർത്തിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. ഇനി എക്സാമിന് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കണം. പാടായിരുന്നോ എന്തായിരുന്നു ഞാൻ പറയാം. ആൻഡ് ആൻസർ മാർക്ക് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, നല്ല മാർക്കാണെങ്കിലും ചീത്ത മാർക്കാണെങ്കിലും വീഡിയോ ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.